ബൽറാം നെടുങ്ങാടി ചേരുകയാണ് ശ്രീനഗറിൽ നിന്ന്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. നമ്മുടെ ദാൽ തടാകം, അവിടുത്തെ ഷിക്കാരകൾ, അവിടുത്തെ ടൂറിസം, അവിടുത്തെ ജനങ്ങളുടെ സാധാരണ ജീവിതം, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ഇതൊക്കെ സാധാരണ നിലയിലേക്ക് മടങ്ങേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴും ജാഗ്രതയിലാണെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായും ക്രിസ്റ്റീന, കഴിഞ്ഞ ദിവസം ഒരു പൂർണ്ണമായും തന്നെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ വെടിശബ്ദങ്ങളോ സംഘർഷ സാഹചര്യമോ ജമ്മു കശ്മീരിൽ എവിടെയും ഉണ്ടായിട്ടില്ല. അതിർത്തിയും പൂർണ്ണമായും തന്നെ ശാന്തമാണ്. ജനങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് ഇന്നലെ രാത്രിയോടുകൂടി ഏതാണ്ട് എത്തിയ ഒരു സാഹചര്യം, അത്തരത്തിലുള്ള കാഴ്ചകളും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. വിമാനത്താവളം പ്രവർത്തിക്കുന്നില്ല. ഒപ്പം തന്നെ മറ്റ് നിയന്ത്രണങ്ങളും തുടരുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. ക്രിസ്റ്റീന, നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ എന്നുള്ളത് ഈ ജമ്മുവിൽ നിന്നുള്ള ഈ ബക്രിവാൾ എന്ന് പറയുന്ന സമൂഹം, അവരുടെ ആടുകളെയും തെളിച്ച് അവർ ഈ നഗരമേഖലയിലേക്ക് നീങ്ങുന്ന ഒരു സമയമാണ് ഇത്. ഈ ഒരു സമയത്താണ് അവരുടെ സ്ഥലം സ്ഥിരമായ താമസമില്ലാത്തൊരു സമൂഹമാണെങ്കിലും അവർ ജമ്മു മേഖല കേന്ദ്രീകരിച്ചാണ് ഉണ്ടാവുക. അവർ നഗരമേഖലകളിലേക്ക് വരികുന്ന ഒരു സമയമാണ്. അത്തരത്തിലുള്ള ഒരു സംഘം നീങ്ങുന്ന ദൃശ്യങ്ങളാണ്. അതേസമയം ക്രിസ്റ്റീന, ഈ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ അതിർത്തിയിലും നഗരമേഖലകളിലും തുടരുന്നു. ഒപ്പം തന്നെ മറ്റ് നിയന്ത്രണങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിട്ടതടക്കമുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനാൽ തന്നെ ജനജീവിതം സാധാരണ രീതിയിലേക്ക് മറ്റു കാര്യങ്ങളിൽ ഏതാണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും ഈ വിമാനത്താവളം അടച്ചിട്ടത് വിനോദസഞ്ചാര വ്യവസായത്തെ, ഒപ്പം തന്നെ മറ്റ് ഇവിടേക്ക് കൂടുതലായി ആളുകൾ എത്തുന്നത് അടക്കമുള്ളതിന് ഇപ്പോൾ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. റോഡ് മാർഗം വിനോദസഞ്ചാരികൾ എത്തുക എന്നുള്ളത് ഏറെ പ്രയാസകരമായതുകൊണ്ട് തന്നെ ആ ഒരു നിലവിൽ ഇപ്പോൾ പുതിയ വിനോദസഞ്ചാരികൾ ആരും എത്തിയിട്ടില്ല. ഒപ്പം തന്നെ ഈ മേഖലയിൽ നിന്നും, കശ്മീർ മേഖലയിൽ നിന്നും പുറമേ നിന്ന് വന്ന് സ്ഥാപനങ്ങൾ നടത്തുന്നവരെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മടങ്ങിയിട്ടുണ്ട്. ആ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നിട്ടും ആരംഭിച്ചിട്ടില്ല. ഇതോടൊപ്പം തന്നെയാണ് മറ്റ് ഈ അതിർത്തി മേഖലകളിലുള്ള ജനങ്ങൾ, അവരുടെ തകർക്കപ്പെട്ട വീടുകൾ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണം ഉണ്ടായ മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞു പോയവരും ഇന്നലെ മടങ്ങിയിട്ടില്ല. ഇതുവരെയും അവർക്കും ഒരു ആത്മവിശ്വാസം ലഭിക്കേണ്ടതുണ്ട്. കൂടാതെ അവരുടെ വീടുകൾ പാടെ തകർന്നു പോയതോ ഭാഗികമായി ഇനി താമസിക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളതോ ആണ്. അതിന് ഒരു ക്രമീകരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷ അവർക്കുണ്ട്, ഈ സഹായം അടക്കമുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ അവരിൽ ആത്മവിശ്വാസം ജനിപ്പിക്കാൻ കൂടുതൽ സമയം എടുക്കും. എന്തായാലും പതിയെ അവർ വീടുകളിലേക്ക് മടങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ചില ആളുകൾ സ്വന്തം വീടുകളിലേക്ക് മടങ്ങി അവിടെ സാഹചര്യം പരിശോധിക്കാനായി പോയിരുന്നു. ഉറി, കുപ്വാര അടക്കമുള്ള ഗ്രാമങ്ങളിലുള്ള ആളുകൾ അത്തരത്തിൽ പോയി വീണ്ടും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് രാത്രിയോടെ മടങ്ങുകയാണ് ചെയ്തത്. അവർ പതിയെ ഈ മേഖലയിലേക്ക് മടങ്ങാനുള്ള ഒരു സാഹചര്യമാണ്. അതിർത്തിയിൽ സമാധാനം തുടരുകയാണെങ്കിൽ അവരും മടങ്ങും. അതേസമയം കടുത്ത തണുപ്പ് ഇന്ന് അനുഭവപ്പെടുന്നുണ്ട് ജമ്മു കശ്മീരിൽ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് തെരുവുകളിൽ അധികം ആളുകളെ, സാധാരണ നിലയിൽ കാണുന്ന പോലുള്ള ആളുകളെ കാണാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം പീർ പഞ്ചാൽ മേഖലയിൽ ഇന്നലെ രാത്രി കനത്ത മഞ്ഞുവീഴ്ചയുണ്ടായിരുന്നു. റോഡിൽ ഉൾപ്പെടെ മഞ്ഞ് പൊതിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആ ഒരു തണുപ്പ് ഈ മേഖലയിൽ ഉൾപ്പെടെ അനുഭവപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി. ഈ കാരണം കൊണ്ടുകൂടിയാണ് ആളുകളെ അധികം നമുക്ക് പുറത്ത് ഈ ഒരു സമയത്ത് കാണാൻ കഴിയാത്തത് എന്നാണ് കരുതുന്നത്. മറ്റെല്ലാ സാഹചര്യങ്ങളും സാധാരണ നിലയിലേക്ക് മാറിയിരിക്കുന്നു. ഒരു നിയന്ത്രണവുമില്ല. ബ്ലാക്ക് ഔട്ട് ഇന്നലെ ഉണ്ടായിരുന്നില്ല. പൂർണ്ണമായും രാത്രി വൈദ്യുത ബന്ധം ഉണ്ടായിരുന്നു. രാത്രി എല്ലാം തന്നെ ആളുകൾ പുറത്ത് ഇറങ്ങി നിൽക്കുന്ന ദൃശ്യങ്ങൾ, അത് ദാൽ തടാകത്തിലും ലാൽ ചൗക്ക് അടക്കമുള്ള പൊതു ഇടങ്ങളിലെല്ലാം തന്നെ ആളുകളെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു രാത്രിയോടെ. എന്തായാലും കശ്മീർ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ് ജനങ്ങളുടെ ജീവിതം. മറ്റ് നിയന്ത്രണങ്ങൾ അതേസമയം ഇപ്പോഴും തുടരുകയാണ് ക്രിസ്റ്റീന. ശരി, ശ്രീനഗറിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടിയാണ്. രാജ്യത്തിന്റെ അതിർത്തി മേഖല അത് പതിയെ സമാധാനത്തിലേക്കും ആശ്വാസത്തിലേക്കും ഒക്കെ വരുന്നു. പലയിടത്തും സ്ഥിതി ശാന്തമാണ് എന്ന വിവരങ്ങളാണ് നമുക്ക് രാവിലെ തന്നെ അറിയിക്കാനുള്ളത്. നല്ല കാര്യമാണ്.